In this video, we will discuss about the types of hybridization in carbon compounds. This is one of the essay questions. We know the electronic configuration of carbon is 1s2, 2s2, 2p2. So this is the ground state electronic configuration. And for hybridization, it makes a rearrangement of electrons. So the excited state electronic configuration of carbon is 1s2, 2s1, 2p1, 2px1, 2py1 and 2pz1. So the valence electrons are 2s2 and 2p2. One of the electrons from S is promoted to pz orbital. So in the excited state, the valence electronic configuration is 2s1, 2px1, 2py1 and 2pz1. Okay. So carbon contains 4 half-filled valence orbitals. Okay, 4 valence orbitals containing half-filled electrons. So it can form a maximum of 4 covalent bonds. So there are 4 half-filled orbitals available for covalent bond formation. These 4 orbitals are 2s and then 3 2p orbitals, that is 2px, 2py and 2pz orbitals. They undergo hybridization to give orbitals of equivalent energy and shape. Carbon atoms undergo 3 different types of hybridization in its compounds. So it can be sp hybridization, sp2 hybridization or sp3 hybridization depending on the number of p orbitals involved in the hybridization. If 1s and 1p are getting hybridized, it forms sp hybridization. If 1s and 2p orbitals are hybridized, it forms sp2 hybridization. If 1s and 3p orbitals are mixed, it forms sp3 hybridization. Now let us see some examples of carbon containing compounds. Hybridization and shape of methane, CH4. We know the hybridization is sp3, right? Methane hybridization sp3 ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ 2s2, 2px1, 2py1. നമുക്ക് CH4 എന്ന് പറയുമ്പോൾ മീഥേനിൽ 4 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ കാർബൺ ആറ്റമിൽ നമുക്ക് 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വേണം. ഓരോ അൺപെയർഡ് ഇലക്ട്രോണുള്ള 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വേണം, എങ്കിലാണ് 4 ഹൈഡ്രജനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കാർബണിലെ 2sലെ ഇലക്ട്രോണിനെ 2pzലേക്ക് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് ഇതുപോലെ 2s1, 2px1, 2py1, 2pz1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4 ഓർബിറ്റൽസ് കിട്ടും. ഈ ഓർബിറ്റൽസ് 4 കൂടെ ഹൈബ്രിഡ് 4 ആറ്റമിക് ഓർബിറ്റൽസും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ഈ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓരോ 1s ഹൈഡ്രജന്റെ അൺപെയർഡ് ഇലക്ട്രോണുള്ള 1s ഓർബിറ്റലുമായിട്ട് ഓരോന്നും ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു sp3 സിഗ്മ ബോണ്ട് അല്ലേ, അങ്ങനെ 4 sp3 സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഫോംസ് എ ടെട്രാഹെഡ്രൽ geometry with a bond angle of 109 degree 28 minutes. നമുക്ക് മീഥേനിൽ എല്ലാ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സും ഇക്വലന്റ് ആണ്, എല്ലാം sp3s സിഗ്മ ബോണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ sp3 ഹൈബ്രിഡൈസേഷന്റെ ഒരു പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് മീഥേനിലുള്ളത്. ബോണ്ട് ആംഗിൾ 109 degree 28 minutes ആണ്. സോ ഇങ്ങനെ ഫോം ചെയ്ത ഓരോ sp3 ഓർബിറ്റിലും സെൻട്രൽ കാർബൺ ആറ്റത്തിന്റെ ഓരോ sp3 ഓർബിറ്റിലും 1s ഓർബിറ്റൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1s ഓർബിറ്റൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1s ഓർബിറ്റൽ നമുക്കറിയാം അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടല്ലേ, അങ്ങനെ ഇലക്ട്രോൺ ഷെയറിംഗ് നടന്നിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ എത്ര സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്? 4 sp3s സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നു. ഈ sp3s സിഗ്മ ബോണ്ട്സ് സെൻട്രൽ കാർബൺ ആറ്റത്തിന് ചുറ്റും 3 ഡയമെൻഷണൽ ആയിട്ട് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുക. ഈ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. സോ ഓർത്തിരിക്കുക, മീഥൈൻ CH4, the central carbon atom is sp3 hybridized and it forms 4 equivalent carbon hydrogen sigma bonds, sp3s sigma bonds. Okay, and the geometry is tetrahedral geometry with a bond angle of 109 degree 28 minutes. Here we have the example of ethane C2H6. Here also the hybridization is sp3. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാർബണിന്റെ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ, 2s1ഉം then 2px1, 2py1, 2pz1. ഈ ഓർബിറ്റൽസ് എല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് sp3 hybridization നടന്ന് 4 sp3 ഓർബിറ്റൽസ്
ഫോം ചെയ്യുന്നു. ഈക്വലന്റ് എനർജി ഷേപ്പുമുള്ള 4 sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഇവിടെ ഓരോ കാർബൺ C2H6 നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോ കാർബണിലേക്ക് 3 ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ആണ് അല്ലേ. ഓരോ കാർബണും 3 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഓരോ കാർബണിന്റെയും 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ 3 എണ്ണം എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? sp3s സിഗ്മ ബോണ്ട് ഫോം ചെയ്യാനായിട്ട്. അതായത് കാർബണിന്റെ sp3 ഓർബിറ്റലും ഹൈഡ്രജന്റെ s ഓർബിറ്റലും തമ്മിൽ sp3s അങ്ങനെ 3 സിഗ്മ ബോണ്ട്സ് ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യുന്നു. ദെൻ ഓരോ കാർബണിലും എന്തുണ്ട്? ഓരോ റിമൈനിങ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടല്ലേ. ഓരോ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. ആ രണ്ട് കാർബണിന്റെയും ഓരോ റിമൈനിങ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ആ ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു കാർബൺ സിഗ്മ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. sp3 സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ ബോത്ത് കാർബൺ ആറ്റംസ്. ഓക്കെ, ഇവിടെയും നമ്മുടെ ജോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷേ മുമ്പ് നമ്മൾ മീഥെയിൻ്റെ കേസ് പറഞ്ഞ പോലെയല്ല, മീഥെയിനിലെല്ലാം ഇക്വലന്റ് ആയിട്ടുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ആയിരുന്നു. ഇവിടെ ഓരോ കാർബണിലും 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ടും 4ാമത്തേത് ഒരു കാർബൺ ബോണ്ടുമാണ്. അപ്പോൾ ഈ ബോണ്ടുകൾ ഇക്വലന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കില്ല, ചെറിയൊരു ഡിസ്റ്റോർഷനുള്ള ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ബോണ്ട് ആംഗിൾ എക്സാക്ട്ലി 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരിക്കില്ല, ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഓരോ കാർബൺ ആറ്റവും sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ടെട്രാഹെഡ്രലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൽ 3 എണ്ണവും ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് sp3s സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുക. 4ാമത്തേത് അടുത്ത കാർബണിന്റെ sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് sp3 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതായിട്ട് ഈ പിക്ചറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈത്തീൻ അല്ലെ, ആൽക്കീൻ ആണ് ഈത്തീൻ. C2H4 ഹൈബ്രിഡൈസേഷൻ നോക്കാം. അത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാലൻഷ്യൽ നോക്കുകയാണെങ്കിൽ 2s2 2p2 ആണെന്ന് നമുക്കറിയാം. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇതേപോലെ തന്നെ 2sലെ ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്തിട്ട് 4 ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോ കാർബണിലേക്കും 2 ഹൈഡ്രജനാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് അല്ലേ. 2 ഹൈഡ്രജനും ആയിട്ട് ബോണ്ട് ഫോം ചെയ്യണം. അതേപോലെ തന്നെ ഒരു കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. സോ ഓരോ കാർബണിനും 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എത്ര ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് മതി? 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് മതി അല്ലേ. അതിന് പറ്റുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുക. സോ ആകെയുള്ള 4 ആറ്റമിക് ഓർബിറ്റലിൽ നിന്ന് ഒരു എസും ഈ 2 പിയും കൂടെ ചേർന്നിട്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. ഇവിടെ 4ാമത്തെ ഈ pz ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഇനി ഇങ്ങനെ ഫോം ചെയ്ത 3 sp2 ഓർബിറ്റൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കി നമുക്ക് കാണാം, ഒരു ട്രയാഗണൽ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണേഴ്സിൽ വെർട്ടിസസിലായിട്ടാണ് അല്ലേ. ഒരു ട്രയാഗണൽ പ്ലാനാർ ജോമെട്രിയാണ് നമുക്ക് കിട്ടുക. ഈ ഓരോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷന്റെ ജോമെട്രി ട്രയാഗണൽ പ്ലാനാർ ജോമെട്രിയും ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. ഈ ഓരോ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? 2 sp2 ഹൈബ്രിഡൈസ്, ഓരോ കാർബണിന്റെയും 2 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ചേർന്നിട്ട് sp2s സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യും അല്ലേ. ഇതൊരു sp2s സിഗ്മ ബോണ്ടാണ്, ഇതും ഒരു sp2s സിഗ്മ ബോണ്ടാണ്. ഇനി മൂന്നാമത് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും കൂടെയാണുള്ളത്. അത് അടുത്ത കാർബണിന്റെ sp2 ഓർബിറ്റലുമായിട്ട് ചേർന്നിട്ട് sp2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഇവിടെ യൂസപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? നമ്മുടെ pz. ഈ pz ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ pz ഓർബിറ്റൽ നമ്മുടെ ഈ ട്രയാഗണൽ പ്ലാനാർ ജോമെട്രിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. ഇതേപോലെ ഒരു കാർബണിന്റെ pz ഓർബിറ്റൽ ഇതിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് ഓർക്കുക. അതേപോലെ തന്നെ അടുത്ത കാർബണിന്റെ അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റൽ വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺ, ഇത് രണ്ടും ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പം ഈ pz ഓർബിറ്റൽസ്, ഓരോ അൺപെയർഡ് ഇലക്ട്രോണിലെ pz ഓർബിറ്റൽസ് ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ലാറ്ററൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്യും അല്ലെ. അങ്ങനെ ഓവർലാപ്പ് ചെയ്തൊരു പൈ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഈ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് ആയിരുന്നു.
പൈ ഓർബിറ്റൽസ് pz ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്ന ലാറ്ററലി ആണ്, അങ്ങനെ പൈ ബോണ്ട് ഫോം ചെയ്യും. ഇനി നമ്മൾ ഈ ഈഥീൻ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം അതിലെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് അതിന്റെ ബോണ്ട് ലെങ്ത് 134 പൈക്കോമീറ്റർ ആണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത് നമുക്കറിയാം 154 പൈക്കോമീറ്റർ ആണല്ലേ, അതിനേക്കാൾ ഷോർട്ടർ ആണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പൈ ബോണ്ടിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, pz ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് ഫോം ചെയ്യുന്ന പൈ ബോണ്ട്സ് ആണ് ഈ ഷോർട്ടർ ബോണ്ട് ലെങ്ത്തിന് റീസൺ ആയിട്ട് നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈത്തൈൻ ആണ്, അല്ലെങ്കിൽ അസറ്റ്ലീൻ എന്ന് പറയും, ആൽക്കൈൻ ആണ് അല്ലേ. C2H2 ആണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. ഇവിടെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. അപ്പോൾ മുൻപ് പറഞ്ഞ കേസുകളിലെ പോലെ തന്നെ കാർബണിന്റെ S2sലെ ഒരു ഇലക്ട്രോൺ 2p എക്സൈറ്റ് ചെയ്തിട്ട് നമ്മൾ 4 ആറ്റമിക് ഓർബിറ്റൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 4 ആറ്റമിക് ഓർബിറ്റൽസിൽ ഓരോ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ്, ഓരോ കാർബണിനും ഓരോ ഹൈഡ്രജനായിട്ട് സിഗ്മ ബോണ്ട് വേണം, കാർബൺ കാർബൺ തമ്മിലും ഒരു സിഗ്മ ബോണ്ട് വേണം അല്ലെ. കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്, ദെൻ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്. അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസർ ആയിട്ടുള്ള 2 ഓർബിറ്റൽസ് മതി. അതിന് പറ്റുന്ന ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ 4 ആറ്റമിക് ഓർബിറ്റലിൽ നമ്മുടെ s ആറ്റമിക് ഓർബിറ്റലും pxഉം എന്ന് നമുക്ക് പറയാം, pxഉം കൂടെ മിക്സ് ചെയ്തിട്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലെ. 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുന്ന രീതിയിൽ ഒരു ലീനിയർ അറേഞ്ച്മെന്റിലായിരിക്കും ഈ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എക്സിസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്? py pz ഓർബിറ്റൽസ് ഉണ്ടല്ലേ. ഈ py pz ഓർബിറ്റൽസ് നോക്കിക്കേ, രണ്ടിലും ഓരോ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2 sp ഓർബിറ്റൽസും ഒരെണ്ണം ഹൈഡ്രജന്റെ എസുമായിട്ട് ചേർന്നിട്ട് sp s സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അടുത്ത sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അടുത്ത കാർബണിന്റെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായിട്ട് ചേർന്നിട്ട് sp sp സിഗ്മ ബോണ്ട്. അപ്പോൾ ഓരോ കാർബണും ഒരു ഹൈഡ്രജനുമായിട്ടും സിഗ്മ ബോണ്ട്, അടുത്ത കാർബണുമായിട്ടും സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇനി നമ്മുടെ 2 p ഓർബിറ്റൽസും ഈ ഒരു ലീനിയർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ബോണ്ടുകൾക്ക് ആ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് നിൽക്കുക. pxലും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, pyയിലും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, pzലും ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത കാർബണിന്റെയും. അപ്പം ഈ ഓരോ കാർബണിന്റെയും pyകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തൊരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ pzകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് അടുത്ത പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ അസറ്റ്ലീൻ അല്ലെങ്കിൽ ഈത്തൈൻ്റെ C2H2ന്റെ കേസിൽ 2 ഡബിൾ ബോണ്ട്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഈ കാർബൺ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, സിഗ്മ ബോണ്ട് ഉണ്ട്, ദെൻ there are 2 പൈ ബോണ്ട്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്റെ ബോണ്ട് ലെങ്ത് നോക്കുവാണെങ്കിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ബോണ്ട് ലെങ്ത് 120 പൈക്കോമീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് 134 പൈക്കോമീറ്ററിനേക്കാളും അതുപോലെ സിംഗിൾ ബോണ്ട് 154 പൈക്കോമീറ്ററിനേക്കാളും ഷോർട്ടർ ആണ്. ഓക്കെ, അതിന്റെ കാരണം എന്താണ്? നമ്മുടെ 2 പൈ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് 120ലേക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണം. അതിന്റെ കാരണം എന്താ? അഡീഷണൽ ഒരു 2 സെറ്റ് ഓഫ് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ആണ് ഇവിടെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്.